പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രശ്നം വെച്ചാൽ ദേ വോണ്ട് എവറിഥിങ് സ്പോണ്ടേനിയസ്. ദ ബ്രെയിൻ നീഡ്സ് എവറിഥിങ് ലൈക്ക് ഇൻ എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. ഓൺലി ഫ്യൂ സ്പോർട്സ് ദാറ്റ് ക്യാൻ കാം ദം ഡൗൺ. അതിൽ ഒന്നാണ് ചെസ്. ഈ കുട്ടികളുടെ റെസ്പോൺസ് എങ്ങനെയാണ് ഇപ്പം സാറിന് തോന്നുന്നത്? അതായത് പണ്ടത്തെ കാലത്തെ കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാറിന് എന്താണ് ഇപ്പം വന്നിരിക്കുന്ന കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ സാറിന് എന്താണ് തോന്നുന്നത് കുട്ടികളുടെ റെസ്പോൺസ്? See, basically, as the world grow, as the world rapidly changes, ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ one thing that you can see is probably attention deficiency. ഇല്ലെങ്കിൽ കുട്ടികൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. അതായത് ഒരിടത്ത് ഇരുന്ന്, പണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഗാഡ്ജറ്റ്സ് ഇല്ല, 80s 90s ഗാഡ്ജറ്റ്സ് ഇല്ല. സോ വി യൂസ് ടു സിറ്റ് ആൻഡ് പ്ലേ ആൻഡ് പേഷ്യൻസ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രശ്നം വെച്ചാൽ ദേ വോണ്ട് എവറിഥിങ് സ്പോണ്ടേനിയസ്. ദ ബ്രെയിൻ നീഡ്സ് എവറിഥിങ് ലൈക്ക് ഇൻ എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. ആ ഒരു ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ there are only few sports that can calm them down. അതിൽ ഒന്നാണ് ചെസ്. It's scientifically proven and by many universities that chess can help kids, especially with ADHDs. എന്താ പറയാ, ഒരു ബ്രെയിൻ സ്റ്റിമുലേറ്റിംഗ് ഗെയിമും കൂടെയാണ് ചെസ്. ഇപ്പം രണ്ടാമത്തെ ആംഗിൾ എന്ന് വെച്ചാൽ നമ്മളിപ്പം ഫസ്റ്റ് തിങ് ഈസ് നമ്മുടെ ഒരു വിഷൻ അല്ലെ മിഷൻ എന്ന് പറയുന്ന ഇഗ്നൈറ്റ് ദ പാഷൻ ഓഫ് ചെസ് ഇൻ കിഡ്സ് എന്നാണ്. അതാണ് ഏറ്റവും ടഫ് ഉള്ളത്. അതായത് ഇപ്പം 5 വയസ്സുള്ള 6 വയസ്സുള്ള പിള്ളേര് ഒന്നും അറിയാൻ മേലാതെ only their parents came to know, okay, there is a chess thing, we want to go and drop the kids. But now it's up to us, എന്താ പറയാ, ആ കുട്ടികളിലൊരു പാഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുള്ളത്. അതായത് ഒരു the way we teach, it may not be just എന്താ പറയാ, അത് എക്സാമ്പിൾസ് സഹിതം കുട്ടികളിലെ ഒരു എന്താ പറയാ, ഒരു പട്ടി പോകുന്നു, നിങ്ങൾ ചാടി ചെയ്യണം. സോ ദർ ഇസ് സം സിനർജീസ്. കറക്റ്റ്, എക്സാക്ട്ലി. അങ്ങനെയാണ് ഞങ്ങളൊരു ഇത് ചെയ്യുന്നത് പൊതുവെ.